Dear friends, welcome to Jolly's Cuisine. ഇന്ന് ചില്ലി ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഏകദേശം 1 കിലോയോളം ചിക്കൻ. ഇതിലേക്ക് ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ആണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 1 മുട്ട, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്തതാണ്, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമല്ലോ, അത്ര ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഇത് മുഴുവൻ ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ഹാഫ് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ എടുക്കണം. അതിലേക്ക് ഒരു 3 വലിയ സവോള കട്ട് ചെയ്തത്, കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തതായിരിക്കണം. രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി, 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, അപ്പോൾ ഉള്ളി ഒരു 1/4 പരുവം നമ്മൾ വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിരിക്കുകയാണല്ലോ ഇതിലേക്ക് ഒരു മീഡിയം ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി,
ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്തതാണ്. ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം, മിക്സ് ചെയ്യണം. അപ്പോൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇറക്കുന്ന സമയത്ത് ഒരു നുള്ള് കുരുമുളക് മേലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ.